എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇതെൻ്റെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ്. ഇന്നല്ല നാളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആണ്. ഇറ്റ്സ് എ ബ്രാഹ്മിൻ വെഡ്ഡിങ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ബ്രാഹ്മിൻ വെഡ്ഡിങ് ആണ്. അപ്പം ചടങ്ങുകളൊക്കെ കുറേ ഉണ്ട്. ഇന്ന് രാവിലെ ഒരു ചടങ്ങുണ്ടായിരുന്നു. ഇന്ന് തലേ ദിവസമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ചടങ്ങുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റായി. സാരി എടുക്കാനും ഒക്കെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ മൈലാഞ്ചി ഉണ്ടായിരുന്നു. അപ്പം അതിപ്പോൾ കഴിഞ്ഞ് ഇപ്പോൾ അവൾ ഫോട്ടോഷൂട്ടിനൊക്കെ പോയേക്കുവാണ്. അപ്പം അതിൻ്റെ മുന്നേ എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പം ഇൻട്രോ എടുക്കാൻ ഞാൻ ഇച്ചിരി ലേറ്റായി. അപ്പോൾ ഇത് എൻ്റെ ഇൻട്രോ വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അങ്ങനെ നമ്മളുടെ ജേർണി നമ്മൾ കോട്ടയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരുവല്ലയിലെത്തി. നേരെ നമ്മൾ പോയത് അവളുടെ വീട്ടിലേക്കാണ്. അപ്പം അവിടെ ചെന്നപ്പോൾ അവളുടെ കുറേ ഫോട്ടോസ്, അവളുടെ വീട്ടിലെല്ലാവരും കഥകളിയൊക്കെ കളിക്കുന്ന ആൾക്കാരാണ്. അപ്പം ആ ഫോട്ടോസൊക്കെ ഞങ്ങൾ കണ്ടു. നമ്മുടെ ബ്രൈഡാണെങ്കിലും ഭരതനാട്യം, കുച്ചിപ്പുടി അങ്ങനെ എല്ലാ ക്ലാസിക്കൽ ഫോംസും തന്നെ കളിക്കും. പിന്നെ അവളുടെ കയ്യിൽ മെഹന്തിയുടെ ഫോട്ടോ അവൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരിട്ട് അതെല്ലാം ഒബ്സർവ് ചെയ്യും. ഞാൻ രണ്ടുപേരുടെ പേര് വിഘ്നേഷ്, ദിവ്യ എന്ന് വീഡി എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, ഫുഡൊക്കെ ഉണ്ടോ? അങ്ങനെ ഞങ്ങളെല്ലാവരും അടുത്ത പരിപാടിക്ക് വേണ്ടി സെറ്റ് സാരി ആയിരുന്നു തീം. അപ്പം അതെല്ലാവരും ഉടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ്, മണി എന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങളെല്ലാവരും പിന്നെ ഉടുത്ത് കഴിഞ്ഞ ഉടനെ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ആയിരുന്നു. ഇത് ദിവ്യയുടെ അനിയന. അപ്പം ഞങ്ങൾ അവനെ കുറേ ട്രോളിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ടെൻഷനുണ്ടോ? ക്യാമറമാൻ പറഞ്ഞു വിട്ടിട്ടും വീണ്ടും കയറി ചെന്ന് കുറേ ഫോട്ടോസ് എടുക്കുമായിരുന്നു ഞങ്ങൾ. പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോയും കാര്യങ്ങളൊക്കെ പിന്നെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ഫംഗ്ഷൻ വരുന്ന മൈലാഞ്ചി ഇടലാണ്. അപ്പം അതിന് മെയിനായിട്ട് അവളുടെ ആൻറ്റിമാരും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരുമാണ് മൈലാഞ്ചി ഇട്ടത്. പിന്നെ അത് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പുറത്തേക്ക് നടന്നു. അവളുടെ കുറച്ച് ഔട്ട്ഡോറൊക്കെ എടുക്കാനുണ്ടായിരുന്നു. കൂടെ ഞങ്ങളുടെയും കൂടെ അവളുടെ കൂടെ കയറി ഞങ്ങളും കുറച്ച് ഫോട്ടോസിനെല്ലാം പോസ് ചെയ്ത് അവർ ഏതാണ്ടൊക്കെ പോസ് പറഞ്ഞ് അതെല്ലാം ഞങ്ങൾ കാണിച്ച് പിന്നെ മൊത്തത്തിൽ രസമായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് അവിടുത്തെ അമ്പലത്തിൽ തന്നെയായിരുന്നു നമുക്ക് ഫുഡ്. ശ്രീവല്ലഭ ക്ഷേത്രത്തിലാണ് അറേഞ്ച് ചെയ്തത്. അങ്ങനെ സദ്യ കഴിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ഞങ്ങൾ പോയത്. പിന്നെ നല്ല വെയിലും കാലൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി നല്ല അടിപൊളി സദ്യയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചു. കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ റൂമിലെത്തി. അവിടെ എത്തി ഒന്ന് ചെറുതായിട്ടൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് അടുത്ത പരിപാടിക്കായിട്ട് ഒരുങ്ങണം. അതാണ് അടുത്ത പരിപാടി. ബൈ.